ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് മാക്സ്വെൽ ഇൻഡക്റ്റൻസ് കപ്പാസിറ്റൻസ് ബ്രിഡ്ജിനെ കുറിച്ചാണ്. അപ്പോൾ ഒരു മാക്സ്വെൽസ് ഇൻഡക്റ്റൻസ് കപ്പാസിറ്റൻസ് ബ്രിഡ്ജിൻ്റെ സർക്യൂട്ട്, അതേപോലെ തന്നെ അതിൻ്റെ ഇക്വേഷൻസ്, അതിൻ്റെ ഫേസർ ഡയഗ്രാം, ഈ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഒരു അൾട്ടർനേറ്റിംഗ് കറണ്ട് ബ്രിഡ്ജാണ് എന്ത് മാക്സ്വെൽ ഇൻഡക്റ്റൻസ് കപ്പാസിറ്റൻസ് ബ്രിഡ്ജ് എന്നുള്ളത്. ഇതൊരു ഇൻഡക്റ്റൻസ് മെഷർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. എങ്ങനെയാണ് മെഷർ ചെയ്യുന്നത്? ഒരു സ്റ്റാൻഡേർഡ് കപ്പാസിറ്റൻസുമായിട്ട് കമ്പയർ ചെയ്തിട്ട് ഇൻഡക്റ്റൻസ് മെഷർ ചെയ്യാണ് എന്തിൽ ചെയ്യുന്നത്? മാക്സ്വെൽ ഇൻഡക്റ്റൻസ് കപ്പാസിറ്റൻസ് ബ്രിഡ്ജിൽ ചെയ്യുന്നത്. വീസ്റ്റേൺ ബ്രിഡ്ജിൻ്റെ പ്രിൻസിപ്പിൾ ഉപയോഗിച്ചിട്ട് തന്നെയാണ് ഈ ബ്രിഡ്ജും വർക്ക് ചെയ്യുന്നത്. അപ്പോൾ 4 ആംസുകൾ ഇതിലുണ്ട്. 4 ആംസിൽ എന്തുണ്ടാവും? ഇമ്പിഡൻസ് ഉണ്ടാവും. അതിൽ 3 ആംസത്തെ ഇമ്പിഡൻസ് എന്ന് പറയുന്നത് എന്തായിരിക്കും? നമുക്ക് അറിയുന്നതായിരിക്കും, നോൺ ഇമ്പിഡൻസ് ആയിരിക്കും. ഒന്ന് മാത്രം എന്തായിരിക്കും? അൺനോൺ ആയിരിക്കും. അതേപോലെ തന്നെ ഒരു ഡിറ്റക്ടർ ഉണ്ടാവും, AC പവർ സപ്ലൈ. ഇത്രയും കാര്യങ്ങളാണ് ഒരു മാക്സ്വെൽ ഇൻഡക്റ്റൻസ് കപ്പാസിറ്റൻസ് ബ്രിഡ്ജിൽ ഉപയോഗിക്കുന്നത്. സ്ക്രീനിൽ നിങ്ങൾക്കൊരു മാക്സ്വെൽ ഇൻഡക്റ്റൻസ് കപ്പാസിറ്റി ബ്രിഡ്ജിൻ്റെ സർക്യൂട്ട് കാണാൻ സാധിക്കും. അപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ തന്നെ 4 ആംസുകളാണുള്ളത്. 4 ആംസിനെയും ഇമ്പിഡൻസ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്തിട്ടുണ്ട്. ആദ്യത്തെ ആംസ് AB എന്നുള്ളതാണ്, അതിൻ്റെ ഇമ്പിഡൻസ് Z1 എന്നും, BC എന്ന ആംസിൻ്റെ ഇമ്പിഡൻസ് Z2 എന്നും, CD എന്ന ആംസിൻ്റെ ഇമ്പിഡൻസ് Z4 എന്നും, AD എന്ന ആംസിൻ്റെ ഇമ്പിഡൻസ് Z2 എന്നും നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആദ്യത്തെ ആംസിൽ നമുക്ക് കാണാൻ സാധിക്കും എന്തുണ്ട്? ഒരു റെസിസ്റ്ററും ഒരു ഇൻഡക്ടറും നമ്മൾ സീരീസ് ആയിട്ട് കണക്ഷൻ കൊടുത്തിട്ടുണ്ട്. റെസിസ്റ്ററിൻ്റെ വാല്യൂ RX എന്നും ഇൻഡക്ടറിൻ്റെ വാല്യൂ LX എന്നും പേരുകൾ കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ BC എന്ന ആംസിൽ ഒരു റെസിസ്റ്റർ ഉണ്ട്, R2 എന്ന പേരുള്ള. അതേപോലെ AD എന്ന ആംസിൽ ഒരു റെസിസ്റ്റർ ഉണ്ട്, R3 എന്ന പേരുള്ളത്. CD ആംസിലോ ഒരു കപ്പാസിറ്ററും റെസിസ്റ്ററും നമ്മൾ പാരലായിട്ട് കണക്ഷൻ കൊടുത്തിട്ടുണ്ട്. കപ്പാസിറ്ററിന് C4 എന്നും റെസിസ്റ്ററിന് R4 എന്നും പേര് കൊടുക്കുന്നു. അതേപോലെ തന്നെ നമ്മൾ സപ്ലൈ വോൾട്ടേജ് എന്ന് പറയുന്നത് എന്താണ്? E എന്നുള്ളതാണ്. ആദ്യത്തെ ആംസ് ABക്ക് അക്രോസ് ഉള്ള വോൾട്ടേജ് ഡ്രോപ്പ് എന്ന് പറയുന്നത് E1ഉം, BCക്ക് അക്രോസ് ഉള്ള വോൾട്ടേജ് ഡ്രോപ്പ് E2ഉം, CDക്ക് അക്രോസ് ഉള്ള വോൾട്ടേജ് ഡ്രോപ്പ് E4, ADക്ക് അക്രോസ് ഉള്ള വോൾട്ടേജ് ഡ്രോപ്പ് E3യുമാണ്. അതേപോലെ തന്നെ ഒരു ഡിറ്റക്ടർ യൂസ് ചെയ്യുന്നുണ്ട്. അത് ബാലൻസ്ഡ് ആണോ അല്ലേ എന്ന് ചെക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ആ ഡിറ്റക്ടർ നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ സർക്യൂട്ട് 4 ഇമ്പിഡൻസ് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ 4 ഇമ്പിഡൻസിൻ്റെയും വാല്യൂസ് നമ്മൾ കണ്ടെത്തുകയാണെങ്കിൽ, Z1 എന്ന ഇമ്പിഡൻസിൻ്റെ വാല്യൂ കണ്ടെത്തുകയാണെന്നുണ്ടെങ്കിൽ എന്താണ്? അതിൽ ഒരു റെസിസ്റ്റൻസും ഉണ്ട്, ഒരു ഇൻഡക്റ്റൻസും ഉണ്ട്. അപ്പോൾ നമുക്ക് Z1 എന്നതിൻ്റെ വാല്യൂ കിട്ടും RX പ്ലസ് jωLX എന്നായി മാറും. അതേപോലെ Z2ൻ്റെ വാല്യൂ എന്തായിരിക്കും? അവിടെ ഒരു റെസിസ്റ്റൻസ് മാത്രമേ ഉള്ളൂ, അപ്പോൾ R2 എന്നായി മാറും. Z3യുടെ വാല്യൂ അവിടെ ഒരു റെസിസ്റ്റൻസ് മാത്രമേ ഉള്ളൂ, അപ്പോൾ R3 ആയിരിക്കും. Z4ൻ്റെ വാല്യൂ എന്തായിരിക്കും? Z4ൽ ഒരു കപ്പാസിറ്റൻസും ഒരു റെസിസ്റ്ററും പാരലായിട്ടുണ്ട്, അപ്പോൾ എന്താണ്? R4 പാരലൽ ടു ആ C4 ചെയ്യണം, അതായത് അവിടുത്തെ ഇൻഡക്റ്റൻസ് ചെയ്യണം. അപ്പോൾ നമുക്കറിയാം ആ C4 കപ്പാസിറ്റൻസിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് എന്തായിരിക്കും? 1/jωC4 എന്നായിരിക്കും. അപ്പോൾ നമ്മളത് ചെയ്യുമ്പോൾ ആ Z4 കാണണമെന്നുണ്ടെങ്കിൽ നമ്മളൊരു ഒരു റെസിസ്റ്ററും കപ്പാസിറ്ററും പാരലായിട്ട് വന്നാൽ 1/Zൻ്റെ ഇക്വേഷൻ എന്തായിരിക്കും? 1/Z = 1/R4 പ്ലസ് 1/XC എന്നായിരിക്കും. നമ്മൾ ആ കപ്പാസിറ്റൻസിൻ്റെ റിയാക്റ്റൻസ് XC ആയിട്ട് കൺസിഡർ ചെയ്യാണ്. XC എന്ന് പറഞ്ഞാൽ എന്താണ്? 1/jωC4 എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ആ ഇക്വേഷനിലേക്ക് 1/Z = 1/R4 പ്ലസ് 1/XC എന്ന ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് എങ്ങനെ കിട്ടും? 1/Z = 1/R4 പ്ലസ് jωC4 എന്നായി കിട്ടും. പിന്നെന്ത് ചെയ്യുന്നു? നമ്മളത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്കൊരു ആൻസർ കിട്ടും, 1 പ്ലസ് jωC4 R4 ഡിവൈഡഡ് ബൈ R4 എന്ന് കിട്ടും. ഇത് പറയുന്നത് എന്താണ്? 1/Z ആണ്, 1/Z4 ആണ്. നമുക്ക് എന്താണ് കാണേണ്ടത്? Z4 ആണ് കാണേണ്ടത്. അപ്പോൾ Z4ൻ്റെ ആൻസർ എന്തായി മാറും? R4 പ്ലസ് 1 പ്ലസ് jωC4 R4 എന്നായി മാറും. അപ്പോൾ നമുക്ക് 3 ഇമ്പിഡൻസിൻ്റെയും ഇക്വേഷൻ കിട്ടിക്കഴിഞ്ഞു. Z1, Z2, Z3, Z4 ഇതിൻ്റെ 4ൻ്റെയും ഇക്വേഷൻ കിട്ടിക്കഴിഞ്ഞു. ഇനി അതൊരു ബാലൻസ്ഡ് കണ്ടീഷനാണ് എന്നുണ്ടെങ്കിൽ ഈ നമ്മളിപ്പോൾ കണ്ടുപിടിച്ച മാക്സ്വെൽ ഇൻഡക്റ്റൻസ് കപ്പാസിറ്റൻസ് ബ്രിഡ്ജ് ബാലൻസ്ഡ് കണ്ടീഷനാണ് എന്നുണ്ടെങ്കിൽ, ആ ഡിറ്റക്ടറിലൂടെ പോകുന്ന കറണ്ട് എന്ന് പറയുന്നത് 0 ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാം? വീസ്റ്റേൺ ബ്രിഡ്ജ് പ്രകാരം Z1, Z4 ഈക്വൽ ആണ് Z2, Z3 എന്ന് പറയാം. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ
നമ്മളിപ്പോൾ കിട്ടിയ ആ സെഡിൻ്റെ വാല്യൂസ് ഒക്കെ ഇതിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെ ഇക്വേഷൻ കിട്ടും? ആർ എക്സ് പ്ലസ് ജെ ഒമേഗ എൽ എക്സ് ഇൻറ്റു ആർ ഫോർ ഡിവൈഡഡ് ബൈ 1 പ്ലസ് ജെ ഒമേഗ സി ഫോർ ആർ ഫോർ ഈക്വൽ ടു ആർ ടു ആർ ത്രീ എന്നൊരു ഇക്വേഷൻ കിട്ടും. ഇത് നമ്മളൊന്നും കൂടി എക്സ്പാൻഡ് ചെയ്യുമ്പോൾ നമുക്ക് എങ്ങനെ കിട്ടും? ആർ എക്സ് ആർ ഫോർ പ്ലസ് ജെ ഒമേഗ എൽ എക്സ് ആർ ഫോർ ഈക്വൽ ടു ആർ ടു ആർ ത്രീ പ്ലസ് ജെ ഒമേഗ ആർ ടു ആർ ത്രീ സി ഫോർ ആർ ഫോർ എന്നൊരു ഇക്വേഷൻ കിട്ടും. എന്താ നമ്മൾ നേരത്തെ പറഞ്ഞ ഇക്വേഷനിൽ 1 പ്ലസ് ജെ ഒമേഗ സി ഫോർ ആർ ഫോർ എന്നുള്ളത് എന്ത് ചെയ്തു? ഈക്വലിൻ്റെ അപ്പുറത്തേക്ക് മൾട്ടിപ്ലൈ ചെയ്തു. അതേപോലെ തന്നെ ആർ ഫോർ ആ ബ്രാക്കറ്റിലുള്ള എല്ലാ വാല്യൂസിനെ കൊണ്ടും മൾട്ടിപ്ലൈ ചെയ്തു. ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? രണ്ട് ടേമുകൾ കിട്ടും, റിയൽ ടേമും ഇമാജിനറി ടേമും. രണ്ട് റിയൽ ടേമുകളും കിട്ടും, രണ്ട് ഇമാജിനറി ടേമുകളും കിട്ടും. ഒമേഗ ഉള്ളതിനൊക്കെ നമ്മൾ ഇമാജിനറി ടേമായിട്ട് കൺസിഡർ ചെയ്യുകയാണ്, അല്ലാത്തതിനെ റിയൽ ടേമായിട്ടും. അങ്ങനെ വരുമ്പോൾ നമുക്ക് ആർ എക്സ് ആർ ഫോർ ഈക്വൽ ടു ആർ ടു ആർ ഫോർ എന്നൊരു ഇക്വേഷനും കിട്ടും. അതേപോലെ തന്നെ ജെ ഒമേഗ എൽ എക്സ് ആർ ഫോർ ഇസ് ഈക്വൽ ടു ജെ ഒമേഗ ആർ ടു ആർ ത്രീ സി ഫോർ ആർ ഫോർ എന്നൊരു ഇക്വേഷനും കിട്ടും. അപ്പോൾ അതിൽ നിന്ന് ആദ്യം കിട്ടിയ ഇക്വേഷനിൽ നിന്ന് നമുക്ക് ആർ എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാം. ആർ എക്സ് ഇസ് ഈക്വൽ ടു എന്താകും? ആർ ടു ആർ ത്രീ ഡിവൈഡഡ് ബൈ ആർ ഫോർ എന്നൊരു വാല്യൂ കിട്ടും. അതേപോലെ രണ്ടാമത്തത് ജെ ഒമേഗ എൽ എക്സ് ആർ ഫോർ ഇസ് ഈക്വൽ ടു ജെ ഒമേഗ ആർ ടു ആർ ത്രീ സി ഫോർ ആർ ഫോറിൽ രണ്ട് ഭാഗത്തും ജെ ഒമേഗ ഉള്ളതുകൊണ്ട് അത് ക്യാൻസൽ ചെയ്ത് പോകുമ്പോൾ എങ്ങനെ കിട്ടും? എൽ എക്സ് ആർ ഫോർ ഇസ് ഈക്വൽ ടു ആർ ടു ആർ ത്രീ സി ഫോർ ആർ ഫോർ എന്ന് കിട്ടും. ഇപ്പോഴും എന്തുണ്ട്? കോമൺ ആയിട്ട് രണ്ട് ഭാഗത്തും ആർ ഫോർ ഉണ്ട്. അങ്ങനെ വരുമ്പോൾ എൽ എക്സിൻ്റെ വാല്യൂ എന്ത് കിട്ടും? എൽ എക്സ് ഇസ് ഈക്വൽ ടു ആർ ടു ആർ ത്രീ സി ഫോർ എന്നൊരു വാല്യൂ കിട്ടും. അപ്പോൾ നമുക്ക് അൺനോൺ ഇൻഡക്റ്റൻസ് കണ്ടുപിടിക്കാൻ വേണ്ടി ഒരു നോൺ കപ്പാസിറ്റൻസ് വാല്യൂ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു അൺനോൺ ഇൻഡക്റ്റൻസിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ കിട്ടും. എൽ എസ് ഇസ് ഈക്വൽ ടു ആർ ടു ആർ ത്രീ സി ഫോർ. അടുത്തായിട്ട് നമ്മൾ ഒരു മാക്സ്വെൽ ഇൻഡക്റ്റൻസ് കപ്പാസിറ്റൻസ് ബ്രിഡ്ജിൻ്റെ ഫേസർ ഡയഗ്രാം വരയ്ക്കുകയാണ്. അപ്പോൾ ഫേസർ ഡയഗ്രാം വരയ്ക്കുമ്പോൾ ആദ്യം തന്നെ ഒരു റെഫറൻസ് ലൈനായിട്ട് നമ്മൾ അതിലൂടെ പോകുന്ന കറണ്ട് I1 എന്നുള്ളത് വരയ്ക്കുന്നു. റെഫറൻസ് ലൈനായിട്ട് കറണ്ട് I1 എന്നുള്ളത് വരയ്ക്കുന്നു. അപ്പോൾ I1 എന്നുള്ളത് ഫസ്റ്റത്തെ ആംസിൽ AB എന്നുള്ള ആംസിലൂടെ പോകുന്ന കറണ്ടാണ് I1 എന്നുള്ളത്. അവിടെ എന്തുണ്ട്? ഒരു റെസിസ്റ്ററും ഉണ്ട്, ഇൻഡക്ടറും ഉണ്ട്, RX എന്നും LX എന്നും. അപ്പോൾ നമുക്കറിയാം ഒരു റെസിസ്റ്റീവ് സർക്യൂട്ടിൽ കറണ്ടും വോൾട്ടേജും ഇൻഫേസ് ആയിരിക്കും എന്നുള്ള കാര്യവും, അതേപോലെ തന്നെ ഒരു ഇൻഡക്റ്റീവ് സർക്യൂട്ടിൽ കറണ്ട് ലാഗ് ചെയ്യായിരിക്കും, വോൾട്ടേജ് ആണ് ഒരു ഇൻഡക്റ്റീവ് സർക്യൂട്ടിൽ ലീഡ് ചെയ്യുക എന്നുള്ളൊരു കാര്യവും, അതേപോലെ തന്നെ ഒരു കപ്പാസിറ്റീവ് സർക്യൂട്ടിൽ കറണ്ട് ആയിരിക്കും ലീഡ് ചെയ്യുക എന്നുള്ള കാര്യവും നമുക്കറിയാം. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു? ആ റെസിസ്റ്ററിൻ്റെ RX എന്ന റെസിസ്റ്ററിൻ്റെ അവിടെ ഉണ്ടാകുന്ന ഡ്രോപ്പാണ് എന്ത്? I1 RX എന്നുള്ളത്. I1 RX ഒരു റെസിസ്റ്റീവ് സർക്യൂട്ട് ആയതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാം? ആ I1ന് ഇൻഫേസ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? I1 RX മാർക്ക് ചെയ്യുന്നു. രണ്ടാമതായിട്ട് ആ ഇൻഡക്ടറിലൂടെ പോകുന്ന ഡ്രോപ്പ് നമുക്കറിയാം. അവിടെ ഉണ്ടാകുന്ന വോൾട്ടേജ് ഡ്രോപ്പ് എന്ന് പറയുന്നത് എന്താണ്? I1 ഒമേഗ LX എന്നുള്ളതാണ്. ഒരു ഇൻഡക്റ്റീവ് സർക്യൂട്ട് ആയതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാം? അവിടെ വോൾട്ടേജ് ലീഡ് ചെയ്യും. അപ്പം 90 ഡിഗ്രിയിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? അവിടെ I1 ഒമേഗ LX മാർക്ക് ചെയ്യുന്നു. അതേപോലെ തന്നെ സർക്യൂട്ടിൽ നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കും, ഈ രണ്ട് ഡ്രോപ്പുകൾ ആഡ് ചെയ്ത് നമുക്ക് എന്ത് കിട്ടും? E1 എന്ന് കിട്ടും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? അത് രണ്ടും കൂടിയും ആഡ് ചെയ്തിട്ട് E1 എന്നുള്ളത് മാർക്ക് ചെയ്യുന്നു. അപ്പോൾ ഒരു ബാലൻസ്ഡ് കണ്ടീഷൻ ആണ് എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാം? E1ഉം E3യും ഈക്വൽ ആണെന്ന് പറയാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ E3 എന്ന് മാർക്ക് ചെയ്തൂടെ? E1 ഈക്വൽ ടു E3 എന്ന് നമ്മൾ മാർക്ക് ചെയ്തു. അതേപോലെ തന്നെ നമ്മളെ ആംസ് ADയിലൂടെ പോകുന്ന കറണ്ട് എന്ന് പറയുന്നത് എന്താണ്? I3 എന്നുള്ളതാണ്. I3ൻ്റെ അവിടെ എന്താണ്? ഒരു റെസിസ്റ്റർ മാത്രമേ ഉള്ളൂ. അവിടുത്തെ ഡ്രോപ്പ് എന്ന് പറയുന്നത് എന്താണ്? E3 ആണ്. അതൊരു റെസിസ്റ്റീവ് സർക്യൂട്ട് ആയതുകൊണ്ട് തന്നെ അതിലൂടെ പോകുന്ന കറണ്ട് എന്തിന് ഇൻഫേസ് ആയിരിക്കും? അവിടുത്തെ വോൾട്ടേജ് E3ക്ക് ഇൻഫേസ് ആയിരിക്കും. അപ്പോൾ നമുക്ക് അവിടുന്ന് എക്സ്റ്റെൻഡ് ചെയ്തിട്ട് ഒരു ലൈൻ വരയ്ക്കാം. E3ന്ന് എക്സ്റ്റെൻഡ് ചെയ്ത് സ്ട്രെയിറ്റ് ലൈനായിട്ട് ലൈൻ വരച്ചിട്ട് നമുക്ക് ഇൻഫേസ് എന്ന രീതിയിൽ എന്ത് മാർക്ക് ചെയ്യാം? I3 എന്നുള്ളൊരു കറണ്ടും അവിടെ മാർക്ക് ചെയ്യാം. അതേപോലെ തന്നെ ബാലൻസ്ഡ് കണ്ടീഷനിലാവുമ്പോൾ എന്തായിരിക്കും? I3 എന്നുള്ള കറണ്ടും I3 എന്നുള്ള കറണ്ടും I4 എന്നുള്ള കറണ്ടും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും.
അങ്ങനെ ആകുമ്പോൾ നമുക്ക് അവിടെ എന്ത് മാർക്ക് ചെയ്യാം, I3ക്ക് ഈക്വൽ ആണ് I4 എന്നുള്ള കാര്യം കൂടി ആ സർക്യൂട്ടിൽ മാർക്ക് ചെയ്യാം. അടുത്തതായിട്ട് നമ്മൾ ആം ബി സി എടുക്കുകയാണ്. ആം ബി സി നോക്കുമ്പോൾ അതിലൂടെ പോകുന്ന കറണ്ടാണ് എന്ത്, I2 എന്നുള്ളത്. അവിടെ ആകെ ഒരു റെസിസ്റ്റൻസ് മാത്രമേ ഉള്ളൂ, R2. അപ്പോൾ അത് മൂലം ഉണ്ടാകുന്ന ഡ്രോപ്പ് എന്ന് പറയുന്നത് എന്താണ്, I2 R2 എന്നുള്ളതാണ്. അപ്പോൾ നമ്മളെ I1ന് ഈക്വൽ ആണ് I2. അപ്പോൾ അത് അവിടെ ഉണ്ടാകുന്ന ഡ്രോപ്പ് എന്ന് പറയുന്നത് എന്തായിരിക്കും, വോൾട്ടേജ് ഡ്രോപ്പ് ആ I1ന് ഇൻഫേസ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, I2 R2 എന്നുള്ള ആ വോൾട്ടേജ് ഡ്രോപ്പും കൂടി നമ്മൾ ആ I1ന് ഇൻഫേസ് ആയിട്ട് മാർക്ക് ചെയ്യുന്നു. അതേപോലെ തന്നെ ഒരു ബാലൻസ്ഡ് കണ്ടീഷൻ ആകുമ്പോൾ എന്തായിരിക്കും, E2 is equal to E4 നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ I4 എന്നുള്ളത് എന്തായിരിക്കും, അവിടുത്തെ I2ന് ഈക്വൽ ആയിരിക്കും. അപ്പോൾ അവിടെ ഉണ്ടാകുന്ന ഡ്രോപ്പുകൾ നമുക്ക് സർക്യൂട്ടിൽ നോക്കിയാൽ മനസ്സിലാവും. I4 എന്നുള്ളത് എന്തുണ്ടാക്കുന്നുണ്ട്, രണ്ടായിട്ട് നമ്മൾ സ്പ്ലിറ്റ് ചെയ്യുന്നുണ്ട്. IC എന്നും IR എന്നും, കപ്പാസിറ്റൻസിലൂടെ പോകുന്ന കറണ്ട് IC എന്നും റെസിസ്റ്ററിലൂടെ R4 പോകുന്ന കറണ്ട് IR എന്നും. അപ്പോൾ അത് മൂലം ഉണ്ടാകുന്ന ഡ്രോപ്പുകൾ എന്തായിരിക്കും, സെയിം ആയിരിക്കും. കാരണം എന്താണ്, അവിടെ കപ്പാസിറ്റൻസും റെസിസ്റ്റൻസും പാരലാണ്. പാരലൽ എന്തായിരിക്കും, വോൾട്ടേജ് സെയിം ആയിരിക്കും. അപ്പോൾ അവിടെ ഉണ്ടാകുന്ന രണ്ട് ഡ്രോപ്പുകളും എന്തായിരിക്കും, ഈക്വൽ ആയിരിക്കും. അതായത് നമുക്ക് എന്ത് പറയാം, IR R4 ഉണ്ടാക്കുന്ന ഡ്രോപ്പും IC ഡിവൈഡഡ് ബൈ ωc4 ഉണ്ടാകുന്ന ഡ്രോപ്പ് എന്താണ്, ഈക്വൽ ആണെന്ന് പറയാം. അതെന്തായിരിക്കും, നമ്മളെ I2 R2ന് ഈക്വൽ ആണ് എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യുന്നു, ആ ഫേസർ ഡയഗ്രത്തിൽ മാർക്ക് ചെയ്യുന്നു. അതേപോലെ അവിടെ ഉണ്ടാകുന്ന ആ IR എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യുന്നു, സെപ്പറേറ്റ് ആയിട്ട് മാർക്ക് ചെയ്യുന്നു. I4 എന്നുള്ളത് ഡിവൈഡ് ചെയ്ത് രണ്ടാകുന്നതാണ് ICയും IRഉം. IR എന്നുള്ളത് എന്താണ്, ആ റെസിസ്റ്ററിലൂടെ പോകുന്ന കറണ്ടാണ്. അത് നമ്മൾ എന്ത് ചെയ്യുന്നു, I1ന് ഇൻഫേസ് ആയിട്ട് നമ്മൾ വരയ്ക്കുന്നു എന്ത്, IR എന്നുള്ളത്. അതേപോലെ തന്നെ കപ്പാസിറ്റൻസിലൂടെ പോകുന്ന കറണ്ടാണ് IC എന്നുള്ളത്. അപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ഒരു കപ്പാസിറ്റി സർക്യൂട്ട് ആണെന്നുണ്ടെങ്കിൽ അവിടുത്തെ എന്തായിരിക്കും, കറണ്ട് എന്ന് പറയുന്നത് എന്തായിരിക്കും, ലീഡിങ് ആയിരിക്കും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, ലീഡിങ് രീതിയിൽ എന്ത് ചെയ്യുന്നു, IC എന്നുള്ളത് മാർക്ക് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് IC എന്നൊരു കറണ്ട് നമ്മൾ മാർക്ക് ചെയ്തു, IR എന്നുള്ളൊരു കറണ്ടും മാർക്ക് ചെയ്തു. ഇത് നമുക്ക് സർക്യൂട്ടിൽ നോക്കിയാൽ മനസ്സിലാവും. ICയും IRഉം ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, I4 എന്നുള്ളത് കിട്ടും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, ആ ഫേസർ ഡയഗ്രത്തിൽ അത് രണ്ടും ആഡ് ചെയ്തിട്ട് എന്ത് കണ്ടുപിടിക്കുന്നു, I3 അല്ലെങ്കിൽ I4 എന്നുള്ളത് കണ്ടെത്തുന്നു. ICയും IRഉം ആഡ് ചെയ്തിട്ട് നമ്മൾ എന്ത് കണ്ടുപിടിക്കുന്നു, I4 കണ്ടെത്തുന്നു. അടുത്തായിട്ട് നമുക്ക് ഫേസർ ഡയഗ്രത്തിൽ എന്ത് കണ്ടുപിടിക്കണം, E കണ്ടുപിടിക്കണം. ടോട്ടൽ സപ്ലൈ വോൾട്ടേജ് E ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമുക്ക് വെക്റ്റർ ഡയഗ്രത്തിൽ എന്ത് കണ്ടുപിടിച്ചിട്ടുണ്ട്, E1 ഈക്വൽ ടു E3 ആണ് നമുക്കറിയാം. അതേപോലെ തന്നെ E2 ഈക്വൽ ടു E4 ആണ്. അപ്പോൾ അത് രണ്ടും കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ E1 പ്ലസ് E2 അല്ലെങ്കിൽ E3 പ്ലസ് E4 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, ടോട്ടൽ E കിട്ടും. അപ്പോൾ നമ്മൾ വെക്റ്റർ ഡയഗ്രത്തിൽ ഓൾറെഡി മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് എന്ത്, E1 ഈക്വൽ ടു E3 എന്നുള്ളൊരു പോയിന്റും അതേപോലെ തന്നെ E2ൻ്റെ പോയിന്റ് എന്തിന് ഈക്വൽ ആണ്, I2 R2ന് ഈക്വൽ ആണ്. അപ്പോൾ അതിൻ്റെ രണ്ടിൻ്റെയും വെക്റ്റർ സം കാണുമ്പോൾ, അതായത് E1 ഈക്വൽ ടു E3 എന്നുള്ള സ്ഥലത്തു നിന്നും I2 R2 എന്നും നമ്മൾ അതിൻ്റെ സമ്മ കാണുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, E എന്നുള്ളത് പോയിന്റും ലഭിക്കും.